ഈ സയാം സന്ധ്യയോടടുത്ത സമയം ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും സന്ധ്യ വന്ദനം അറിയിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കട്ടെ. ജീവിതം അഭിനയമോ അനുഭവമോ? ഈ അനുഗ്രഹീതമായ പുതുവർഷത്തിൽ കുമ്പച്ചൽ പാലത്തിനരികിൽ നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. പാലം എന്നത് യാത്രയുടെ ചിഹ്നമാണ്, മാറ്റത്തിന്റെ അടയാളമാണ്. ഇന്ന് ഒരു വർഷം പിന്നിലാക്കി ഒരു പുതുവർഷത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നല്ലോ. പ്രപഞ്ചത്തിന്റെ മനോഹരിത കണ്ട് ആസ്വദിക്കുവാൻ ഈ പാലത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, മാറുന്ന ലോകം മാറ്റങ്ങളുടെ ലോകം. ഓട്ടത്തിനിടയിൽ ജീവിതങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. കൂട്ടുകൂടി ഇമ്പമായി വാഴേണ്ട ഭൂമിയിലെ സ്വർഗമായ ഓരോ ഭവനങ്ങളും നരകതുല്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ 14 ജില്ലകളിലൂടെ പാലക്കാട് ജില്ലയിൽ നിന്നും ആരംഭിച്ച് സ്നേഹത്തിന്റെയും ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശം ഗാനങ്ങളിലൂടെ, ആക്ഷൻ സോങ്ങുകളിലൂടെ, ലഘു സന്ദേശങ്ങളിലൂടെ പങ്കുവെച്ച് സഞ്ചരിക്കുന്ന വാഹനമാണ് ഈ ട്രിവാൻഡ്രം ജില്ലയിലെ പൂച്ചമുക്കിനടുത്തുള്ള ഈ കുമ്പച്ചൽ പാലത്തിനരികിൽ എത്തിയിരിക്കുന്നത്. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിൽ നിങ്ങളുടെ അല്പസമയം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ മനോഹരമായ ഒരു ആക്ഷൻ സോങ് ഇവിടെ അവതരിപ്പിക്കുവാനായിട്ട് പോകുകയാണ്. പ്രകൃതി രമണീയമായ ഈ അന്തരീക്ഷത്തിൽ നിങ്ങളുടെ ഈ സന്ധ്യായാമം ഈശ്വര അനുഗ്രഹത്തോടുകൂടെ പ്രകൃതിയെ ആസ്വദിക്കുവാൻ ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു. அதிசயம் இந்த ஆண்டு நடக்க போகுது. அற்புதம் அதிசயம் இந்த ஆண்டு நடக்க போகுது. கவலைப்படாத 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 கவலைப்படாத, அற்புதங்கள் குவிய போகுதே, அற்புதங்கள் குவிய போகுதே. சூப்பர் நேச்சுரல் ஆண்டு இது, சூப்பர் நேச்சுரல் ஆண்டு, சூப்பர் நேச்சுரல் ஆண்டு இது, சூப்பர் நேச்சுரல் ஆண்டு.
நீங்கள் கேளா அற்புதங்கள் செஞ்சிடுமே எங்க சந்ததி தடையெல்லாம் தாண்டி படியெல்லாம் ஓடி ஏறே ஏறே மேலே ஏறே தடையாய் நிற்கும் இரும்பு கதவே தானாகவே திறக்க போகுதே தடையாய் நிற்கும் இரும்பு கதவே தானாகவே திறக்க போகுது கேள்விப்படாத ஐஸ்வர்யங்கள் கேள்விப்படாத ஐஸ்வர்யங்கள் உன் கதவை தட்ட போகுதே உன் களஞ்சியங்கள் நிரம்ப போகுதே சூப்பர் நேச்சுரல் ஆண்டு இது சூப்பர் நேச்சுரல் ஆண்டு 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 രണ്ട് കരകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പാലത്തിലൂടെ അനേക തലമുറകൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അനേക വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ദേശത്തിന്റെ നാനാഭാഗത്തു നിന്നും വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം പണികഴിക്കപ്പെട്ട ഈ പ്രകൃതി മനോഹരിത കാണാൻ അനവധി നിരവധി വ്യക്തിത്വങ്ങൾ ഈ സന്ധ്യയോടടുത്ത സമയം ഇവിടെ ആയിരിക്കുന്നല്ലോ. ഒരിക്കൽ ഈ പാലം ഇവിടെ ഇല്ലായിരുന്നു. ഇത് അനേകരുടെ സ്വപ്നമായിരുന്നു. ആ സ്വപ്നം പൂവണിഞ്ഞ് കാണുവാൻ ഒത്തിരി ആളുകളുടെ ഒത്തുചേരുകളുടെ കഠിനാധ്വാനങ്ങളുടെ ഫലമാണല്ലോ ഇന്ന് നാം ആസ്വദിക്കുന്ന ഈ പാലം. ഈ പാലത്തിനടിയിലൂടെ ഒഴുകുന്ന വെള്ളം ഇവിടെയുള്ള കർഷകർക്ക് സന്തോഷമാണ്. അവർ വിതയ്ക്കപ്പെടുന്ന വിത്തുകൾ 100 മേനി വിളയുവാൻ ഇതിലെ വെള്ളം അവർക്ക് ആശ്വാസമാണ്. അതുപോലെ ഇവിടെ ആയിരിക്കുന്ന ഞാനും നിങ്ങളും നമ്മുടെ നാടിനും നമ്മുടെ സമൂഹത്തിനും ആശ്വാസമായി ആനന്ദമായി മാറിയാൽ കൂടുമ്പോൾ ഇമ്പമുള്ളതാകില്ലേ നമ്മുടെ ഭവനം? ജനനമെന്ന 3 അക്ഷരത്തിലൂടെ എല്ലാവരെയും കുടുകുടാ ചിരിപ്പിച്ചുകൊണ്ട് ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞും വളരുന്ന ലോകം ഭയപ്പെടുത്തുന്നതല്ലേ? ഭയം കൂടാതെ ഉറങ്ങുവാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലൂടെയല്ലേ ഞാനും നിങ്ങളും ഓടിക്കൊണ്ടിരിക്കുന്നത്? ഓട്ടത്തിനിടയിൽ തകർന്നുകൊണ്ടിരിക്കുന്ന അനേക വ്യക്തികളുടെ ഓർമ്മകൾ അയവിറക്കി 4 ഭിത്തിക്കകത്ത് കണ്ണുനീരും ദുഃഖവും നിരാശയും പേറി കഴിയുന്ന എത്രയോ മാതാക്കൾ, എത്രയോ പിതാക്കൾ, എത്രയോ ഭർത്താക്കന്മാർ, എത്രയോ ഭാര്യമാർ, എത്രയോ കുഞ്ഞുങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈ സന്ധ്യയിൽ നാം ആനന്ദിക്കുവാൻ സമയം കണ്ടെത്തുമ്പോൾ ഈ സമയം എത്രയോ കുടുംബങ്ങളിലാണ് കണ്ണുനീരും ദുഃഖവും നിരാശയും അതേ തളം കെട്ടി നിൽക്കുന്നത്. നാളെയുടെ വാഗ്ദാനങ്ങളായ തലമുറ കാലു വളരുന്നോ കൈ വളരുന്നോ എന്ന് നോക്കി താഴത്ത് വെക്കാതെ അതേ ഒക്കത്തിരുത്തി വളർത്തി വലുതാക്കിയ തലമുറകൾ മദ്യത്തിനും മയക്കുമരുന്നിനും ദുശീലങ്ങൾക്കും അടിമപ്പെട്ട് തകർന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രിയരെ, കാളവണ്ടി യുഗത്തിൽ നിന്നും കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് എത്തിയിരിക്കുന്ന നമ്മുടെ നാടിന് മാറ്റങ്ങൾ, പുരോഗമനങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും നമ്മുടെ തലമുറകൾ അതേ നശിച്ചുകൊണ്ടിരിക്കുകയല്ലേ? വിദ്യാഭ്യാസവും ശാസ്ത്രപരമായും കായികപരമായും നേട്ടങ്ങളൊക്കെ കൈവരിച്ചുവെന്ന് നാം പറയുമ്പോഴും നമ്മുടെ തലമുറകൾ നശിച്ചുകൊണ്ടിരിക്കുകയല്ലേ? പഴമക്കാർ ചൊല്ലിയ ഒരു ശ്ലോകമില്ലേ? തമസോമ ജ്യോതിർഗമയ അസതോമ സദ്ഗമയ മൃത്യോമ അമൃതം ഗമയ.
കൂടുമ്പോൾ ഇമ്പമുള്ള ഭവനമായ ഓരോ കുടുംബങ്ങളും കൂടുമ്പോൾ നരകതുല്യമായി കഴിയുന്നത് കൊണ്ട് പഴമക്കാർ ചോദിക്കുകയാണ്, ഇരുൾ വാഴുന്ന ലോകത്തിൽ സാക്ഷാൽ വെളിച്ചമായ ദൈവമേ, അങ്ങ് എവിടെയാണ്? അങ്ങയ്ക്ക് മാത്രമേ ഞങ്ങളുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. അസത്യം നിറഞ്ഞ ലോകത്തിൽ സാക്ഷാൽ സത്യവാനായ ദൈവമേ, അങ്ങ് എവിടെയാണ്? അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നെങ്കിൽ മാത്രമേ ഞങ്ങളുടെ ജീവിതം ധന്യമായി തീരുകയുള്ളൂ. മരണം വാഴുന്ന ലോകത്തിൽ സാക്ഷാൽ ജീവനായ ദൈവമേ, അങ്ങ് എവിടെയാണ്? അങ്ങയ്ക്ക് മാത്രമേ ഞങ്ങളുടെ തലമുറകളെ നേരായ പാതയിലേക്ക് നയിക്കുവാൻ കഴിയുകയുള്ളൂ. പ്രിയരെ, എക്കാലത്തും ഈശ്വര ചിന്തയോടെ ജീവിക്കുന്നത് നമുക്ക് നല്ലതല്ലേ? ഈ ഭൂമിയിൽ നവോത്ഥാനത്തിനു വേണ്ടി ഒത്തിരി വ്യക്തിത്വങ്ങൾ അവരുടെ ജീവിതം സമർപ്പിക്കുകയുണ്ടായി. ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്തിന്റെ ചരിത്രം നാം ഒന്ന് നോക്കിയാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യമില്ലായിരുന്നു. ഇവിടെ റോഡിലൂടെ ഇഷ്ടമുള്ളതുപോലെ സഞ്ചരിക്കുവാനോ നമ്മുടെ വസ്തുവകകൾ നമ്മുടെ ഇഷ്ടത്തിന് വിൽക്കുവാനോ ഒന്നും കഴിയാത്തൊരു കാലഘട്ടമുണ്ടായിരുന്നു. അങ്ങനെയായിരുന്ന ഇന്ത്യയെ ഒരു കുടുംബത്തിൽ ഒരു മാതാപിതാക്കൾക്ക് ജനിച്ചു വളർത്തപ്പെട്ട ഒരു മകൻ അദ്ദേഹത്തിന്റെ വീടിന് മാത്രം, അദ്ദേഹത്തിന്റെ ആ ഭവനത്തിന് മാത്രം, അല്ലെങ്കിൽ ആ ഗ്രാമത്തിന് മാത്രം ജീവിതം സമർപ്പിക്കാതെ ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്തിന് സ്വാതന്ത്ര്യം അതേ നേടുന്നതിന് വേണ്ടി തന്റെ ജീവിതം സമർപ്പിച്ചു. നമുക്കറിയാം, ഗാന്ധിജി നാം നേരിട്ട് കണ്ടിട്ട് ഉള്ളവര് ചുരുക്കമാണ്. അക്കാലത്ത് ജീവിച്ചിരുന്നവരൊക്കെ ഈ ലോകത്തിൽ നിന്ന് മൺമറഞ്ഞുകൊണ്ടിരിക്കുകയാ. എന്നാൽ ഗാന്ധിജിയുടെ അതേ ഓർമ്മ ഇന്നും നാം ആഘോഷമായി ആണ്ടിൽ കൊണ്ടാടാൻ അടിമത്തത്തിൽ കഴിയുന്ന അനേക വ്യക്തി ജീവിതങ്ങളില്ലേ? അപ്പോ നവോത്ഥാനത്തിനു വേണ്ടി, അതേ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവിതം സമർപ്പിക്കപ്പെട്ട ആ നല്ല മനുഷ്യൻ അതേ കല്ലറയ്ക്കകത്ത് ഒതുങ്ങിയിട്ടും അദ്ദേഹത്തെ കുറിച്ച് ഇന്നും പഠിപ്പിക്കുന്നു. എന്തുകൊണ്ടാ? അദ്ദേഹം നല്ല ഒരു വ്യക്തിത്വത്തിന് ഉടമയായതുകൊണ്ടല്ലേ? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞ് പഠിപ്പിച്ച ആ ശ്രീനാരായണ ഗുരുജി നല്ല സന്ദേശമല്ലേ ലോകത്തോട് പറഞ്ഞത്? അദ്ദേഹത്തിന്റെ സമയം കഴിഞ്ഞപ്പോൾ ഈ ലോകത്തിൽ സമാധിക്കകത്ത് അന്ത്യവിശ്രമം കൊള്ളുകയാ. നമുക്ക് നല്ല മന്ത്രിമാരുള്ളത് കൊണ്ടല്ലേ നല്ല പാലവും നല്ല റോഡും നല്ല ഇലക്ട്രിസിറ്റിയും ഒക്കെ നമുക്ക് ലഭിച്ചത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം, വിദ്യാലയങ്ങളൊക്കെ നല്ല മന്ത്രിമാർ നമുക്കുള്ളത് കൊണ്ടല്ലേ? അതുകൊണ്ട് നമുക്ക് നമ്മുടെ നാടിനെ അഭിമാനിക്കാം. അതേ ദൈവങ്ങളുടെ നാടെന്ന് വിശേഷിപ്പിക്കുന്ന കേരളത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട് നമുക്ക് സന്തോഷിക്കുവാൻ അതേ പ്രിയരെ, സന്തോഷിക്കാൻ വകയുണ്ടെങ്കിലും സന്തോഷിക്കുവാൻ കഴിയാതെ ഏതൊക്കെയോ വിഷയത്തിനകത്ത് കണ്ണുനീരും ദുഃഖവും നിരാശയും പേറി കഴിയുന്ന എത്രയോ പ്രിയപ്പെട്ടവരുണ്ട്. അവരുടെയൊക്കെ പ്രശ്നത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവർ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? മദ്യം രുചിച്ചു നോക്കുന്നു. പിന്നീട് ആ മദ്യപാന എന്ന ബന്ധനത്തിനകത്ത് കുടുങ്ങി അനേകര് തകർന്നുകൊണ്ടിരിക്കുന്നു. അതിനകത്ത് കുടുങ്ങിയ ചിലര് അതേ നിരാശരായി, കടബാധിതയിലായി, ഒടുവിൽ അവർ ആ പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടുവാനായിട്ട് ആത്മഹത്യ ചെയ്യുന്നു. ചിലരാകട്ടെ കൊലപാതകം ചെയ്യുന്നു. പ്രിയരെ, ചിലരാകട്ടെ നാടുവിടുന്നു. ഇതൊന്നും വ്യക്തിപരമായി, കുടുംബപരമായി മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിന് പരിഹാരമല്ല. ഇവിടുത്തെ നിയമപാലകരായിരിക്കുന്ന നമ്മുടെ പോലീസ് അധികാരികൾക്ക് പോലും അതേ തലവേദനയായി നമ്മുടെ തലമുറകൾ മദ്യത്തിനും മയക്കുമരുന്നിനും ദുശീലങ്ങൾക്കും അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ? മദ്യപിച്ച് വാഹനം ഓടിക്കരുത്, സീറ്റ് ബെൽറ്റ് ഇടാതെ വാഹനം ഓടിക്കരുത്, ഹെൽമറ്റ് ധരിക്കാതെ വാഹനം ഓടിക്കരുതെന്ന നിയമമുള്ളപ്പോൾ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് മൂലം സുബോധത്തോടെ രാവിലെ വീട്ടിൽ നിന്ന് ടാറ്റ കാണിച്ച് ജോലിക്ക് പോയി തിരികെ വരുവാൻ പ്രതീക്ഷിച്ചിരിക്കുന്ന എത്രയോ ഭാര്യമാരാണ്, എത്രയോ അമ്മമാരാണ്, എത്രയോ ഇന്നും കണ്ണുനീരും ദുഃഖവും നിരാശയും പേറി കഴിയുന്നത്.
ഇതിനൊക്കെ കാരണം പാപമാണ്. എന്താ പാപം? ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ടതുപോലെ ചെയ്യാതിരിക്കുന്നതും ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്യുന്നതുമാണ് പാപം. മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവാം ദൈവം കൂട്ടുകൂടി ഇമ്പമായി വാഴുന്ന ഭൂമിയിലെ സ്വർഗമായി ഈ ഭൂമിയിൽ ജീവിച്ചു കാണുവാൻ മനുഷ്യരെ കുറിച്ച് ആഗ്രഹിച്ചപ്പോ തിന്മയുടെ ഉറവിടമായ ഇരുളിന്റെ പുറകിൽ വ്യാപരിക്കുന്ന ആ പൈശാചിക ശക്തി കുടുംബത്തിൽ സ്വാധീനം ചെലുത്തി. അങ്ങനെ ദൈവിക സമാധാനവും ദൈവിക സന്തോഷവും അതേ കവർന്നെടുത്തു. ആദ്യത്തെ കൊലപാതക കുറ്റത്തിന് ആദിമ കുടുംബം സാക്ഷിയായി. ഇന്നും അതേ കൊലപാതകങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസമില്ലാത്തത് കൊണ്ടാണോ? വിവരമില്ലാത്തത് കൊണ്ടാണോ? ബർത്ത്ഡേയുടെ പേരിൽ അതേ നാം ആഘോഷങ്ങൾ നടത്താറില്ലേ? ഈ കഴിഞ്ഞ ദിവസം ഒരു ഭവനത്തിൽ മകന്റെ ബർത്ത്ഡേക്ക് അതേ വില കൂടിയ ബൈക്ക് വാങ്ങിച്ചു കൊടുത്തു. മകൻ പറഞ്ഞു അത് പോരാ, ഇന്നേ കാലത്ത് അതേ ആഡംബര കാറ്, വില കൂടിയ കാറ് ആവശ്യപ്പെട്ടു. ആ പിതാവിന്റെ പരിമിതിക്ക് അത് വാങ്ങിച്ചു കൊടുക്കുവാൻ കഴിയാതായപ്പോൾ അത് വാക്ക് തർക്കമായി. ഒടുവിൽ ആ പിതാവ് ആ കൈകൊണ്ട് ആ മകനെ കമ്പിപ്പാര കൊണ്ട് തലക്കടിച്ച് കൊല്ലേണ്ടതായി വന്നില്ലേ? ഒരു ഭവനത്തിലും ആഗ്രഹിക്കുന്ന കാര്യമല്ല, ഒരു പിതാവും ആഗ്രഹിക്കുന്ന കാര്യമല്ല. തലമുറയുടെ അതേ കുത്തഴഞ്ഞ ജീവിതം, തലമുറയുടെ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരിയുടെ ഉപയോഗം അനേക കുടുംബങ്ങളിൽ അസ്വസ്ഥത ഉളവാക്കിക്കൊണ്ടിരിക്കുകയല്ലേ? അടുത്ത ദിവസം നിയമം പഠിച്ച അനേകരുടെ പ്രശ്നത്തെ പരിഹരിക്കുവാൻ അഡ്വക്കറ്റായി നാളെയുടെ നന്മയ്ക്ക് വേണ്ടി അതേ പ്രവർത്തിക്കേണ്ട ഒരു തലമുറ കുടുംബത്തിനകത്ത് ചില വാക്ക് തർക്കങ്ങൾ ഉണ്ടായപ്പോൾ നൊന്തു പ്രസവിച്ച മാതാവിനെയും ലാളിച്ച് വളർത്തിയ പിതാവിനെയും അതേ മൃഗശാലയിൽ മൃഗത്തെ അറക്കുന്നത് പോലെ കത്തിമുനയിൽ കുത്തി വീഴ്ത്തി ആ പിതാവ് ഈ ലോകത്തിൽ നിന്ന് മരണം വഴിയായി മാറ്റപ്പെട്ട ആ ന്യൂസ് നമ്മൾ വായിച്ചില്ലേ, കേട്ടില്ലേ? പ്രിയരെ, അത് അടുത്ത വീട്ടിൽ സംഭവിച്ചത് കൊണ്ട് അതെന്നെ വാദിക്കുന്നതല്ല എന്ന് ചിന്തിച്ചു പോകുന്നവരുണ്ട്. സുഹൃത്തെ, ും അടിമപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ നാളെ എന്റെയും നിങ്ങളുടെയും തലമുറ ആ നിലയിലാകുമ്പോഴാണ് ആ വേദന എന്റെയും നിങ്ങളെയും തകർക്കുന്നത്. സ്നേഹിത, മരണമെന്ന യാഥാർത്ഥ്യം, ആ മൂന്നക്ഷരം അതേ അനേകരെ കരയിപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകേണ്ട എന്നുള്ള യാഥാർത്ഥ്യം നമുക്കെല്ലാവർക്കും അറിയാം. അതേ ജനനവും മരണവും നിശ്ചയമാ, മരണത്തിന് സമയം നിശ്ചയമല്ല. ഓടുന്ന വാഹനം കത്തുന്നു, അതേ സൈലന്റ് അറ്റാക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയരെ, മരണം ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഞാനും നിങ്ങളും അറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. പ്രിയരെ, നാമൊക്കെ ജനിച്ചത് എങ്ങനെയാണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നാം ഉരുവായി അവിടെ കിടന്നപ്പോൾ ഏതെങ്കിലും കുഞ്ഞു ചിന്തിക്കുകയാ ഇതാണ് ലോകമെന്ന്? അതിൽ പരം വിഡ്ഢിത്തം വേറെ എന്തെങ്കിലും ഉണ്ടോ? കുഞ്ഞ് ആ ലോകം വിട്ട് അല്ലെങ്കിൽ അമ്മയുടെ ഗർഭപാത്രം വിട്ട് 9 മാസവും 9 വിനായികയും കഴിയുമ്പോ കുഞ്ഞു കാണാത്ത ലോകത്തേക്ക് പിറന്നു വീഴുമെന്ന് അറിവുള്ള അമ്മ അതിനുവേണ്ടി ഒരുക്കപ്പെടുകയല്ലേ, അതിനുവേണ്ടി സജ്ജപ്പെടുകയല്ലേ? അങ്ങനെ ആ കുഞ്ഞു കാണാത്ത ലോകത്തേക്ക് പിറന്നു വീഴുന്നു. അങ്ങനെയല്ലേ ഞാനും നിങ്ങളും ഈ പ്രപഞ്ചം കണ്ട് അതേ ആസ്വദിക്കുവാൻ ഇവിടെ വരുവാൻ ഇടയായി തീർന്നത്? ഇന്നലകളിലെ ആക്സിഡന്റിൽ, ഇന്നലകളിലെ പ്രളയത്തിൽ, ഇന്നലകളിലെ മഹാമാരിയിൽ ഞാനും നിങ്ങളും തകർന്നു പോയിരുന്നെങ്കിൽ ഇന്ന് ഈ സന്ധ്യാസമയത്ത് ഇവിടെ നമുക്ക് നിൽക്കുവാൻ കഴിയുകയില്ലായിരുന്നു. ഇവിടെ വരെ നമ്മളെ എത്തിച്ച ഒരു അദൃശ്യ ശക്തിയുണ്ട്. ആ ശക്തി ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായി ഒരുവൻ ജനിച്ചു. അവന്റെ പേരത്രേ യേശു. ഈ കഴിഞ്ഞ വർഷത്തിന്റെ അവസാന 25-ാം തീയതി എന്ന് പറയുന്ന ദിവസം ഈ ലോകത്തിൽ അനേകര് ആഘോഷിക്കുവാനിടയായി.
പുൽക്കൂടുകൾ ഉണ്ടാക്കി, സ്റ്റാറുകൾ തൂക്കി, കേക്ക് മുറിച്ചു, അതെ ഭക്ഷണ പാനീയങ്ങൾ അതെ സെർവ് ചെയ്തു, അങ്ങനെ സന്തോഷിക്കുവാനിടയായി. പ്രിയരെ, ആണ്ടിലാണ്ടില് ആഘോഷിച്ച് പര്യവസാനിപ്പിക്കുന്ന ഒരു പരിപാടിയായിട്ടല്ല യേശു ഒരിക്കലായി ഇവിടെ ജനിച്ചത്. യേശുവിന്റെ ജനനം എന്തിനു വേണ്ടിയായിരുന്നു? അതെ, യേശു ജനിക്കുന്നതിന് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ടു, അതെ യേശു ജനിക്കുമെന്ന്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. അതെ, ജനത്തെ തങ്ങളുടെ പാപങ്ങളിൽ നിന്നും തിരിച്ച് ദൈവത്തിങ്കലേക്ക് അതെ രക്ഷിപ്പാൻ വന്നിരിക്കുന്നത് കൊണ്ട് അവൻ യേശു എന്ന് പേരിടണമെന്ന് പറഞ്ഞു. പ്രിയരെ, യേശു വന്നത് ഇരുളിലിരിക്കുന്ന ജനത്തിന് വെളിച്ചം നൽകുവാനാണ്. പ്രിയരെ, യേശു ഈ ലോകത്തിലായിരുന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാണ്, എല്ലാവരും മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കും. പ്രിയരെ, കഴിഞ്ഞ വർഷം പലർക്കും പല ബുദ്ധിമുട്ടുകളും പല പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം നഷ്ടങ്ങളുടെ വർഷമായിരുന്നു, കഷ്ടങ്ങളുടെ വർഷമായിരുന്നു, നിരാശകളുടെ വർഷം. ചിലർക്ക് നിശബ്ദമായ വേദന. എങ്കിലും ഇന്ന് നാം ഇവിടെ നിൽക്കുന്നു എന്നത് തന്നെയാണ് ദൈവം നമ്മോട് കാണിച്ച ദൈവത്തിന്റെ കൃപ. ദൈവത്തിന്റെ കൃപയാണ് ഞാനും നിങ്ങളും ഇന്ന് ജീവനോടെ ആയിരിക്കുന്നത്. പ്രിയരെ, പുതുവർഷം പുതിയ കലണ്ടർ മാത്രമല്ല, പുതിയ അനുഭവങ്ങളിലൂടെ ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും അവസരം നൽകുന്ന ഒരു ദൈവമുണ്ട്. യേശു പറഞ്ഞു, ഞാനാണ് വഴി, ഞാൻ തന്നെയാണ് വഴി. എവിടേക്കുള്ള വഴിയാ? മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. മരണം കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല. പ്രിയരെ, ഇവിടെ ജനിച്ച ഞാനും നിങ്ങളും അറിയേണ്ട ഒരു സത്യം, പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാൻ യേശു ജനിച്ചു. യേശു ഒരു മതത്തിന്റെ സ്ഥാപകനായിരുന്നില്ല, യേശു ഒരു പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായിരുന്നില്ല. യേശു മാനവകുലത്തെ പാപത്തിൽ നിന്നും അതേ ദൈവം മാനവകുലത്തിന് തന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തിയത് ക്രൂശിലൂടെയായിരുന്നു. ക്രൂശിൽ യേശു തന്റെ അവസാനത്തുള്ളി രക്തം വരെയും ഒഴുക്കി. അതുകൊണ്ട് മാനവകുലത്തിന് ശാപത്തിൽ നിന്നും പാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും മോക്ഷം പ്രാപിപ്പാൻ കഴിയുമെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. ഒരു കാലത്ത് കേരളത്തിലെ 14 ജില്ലയിൽ കലാപഭൂമി എന്നറിയപ്പെടുന്ന കണ്ണൂർ ജില്ലയിൽ ജനിച്ചു വളർത്തപ്പെട്ട ഞാൻ മാതാപിതാക്കൾക്ക് തലവേദനയായിരുന്നു. ജീവിതത്തിൽ അതേ ഉത്തരം കിട്ടാത്ത വിഷയങ്ങൾ, സമയങ്ങൾ കടന്നു വന്നപ്പോ എല്ലാവരും ചിന്തിക്കുന്നത് പോലെ ഈ ലോകത്തിൽ കൂട്ടുകെട്ട് ചിന്തിച്ചു, കൂട്ടുകെട്ടുണ്ടായി. മദ്യം രുചിച്ചു നോക്കി, പുക വലിച്ചു നോക്കി, കഞ്ചാവ് രുചിച്ചു നോക്കി, അതേ സിനിമാശാലകളിൽ സിനിമ മാറി മാറി കണ്ടു നോക്കി. ഇതിലൊന്നും എനിക്ക് സമാധാനം ലഭ്യമായില്ല. എന്റെ സമാധാനം നഷ്ടപ്പെടുകയാണ്, എന്റെ കയ്യിലെ കാശ് തീരുകയാണ്. ഞാൻ എന്റെ നാടിനും വീടിനും മാതാപിതാക്കൾക്കും പേടി സ്വപ്നമാകുകയായിരുന്നു. എന്നാൽ ഒരു ദിവസം ഒരു രോഗം എന്നിൽ കടന്നു വന്നു. അങ്ങനെ എന്റെ മാതാപിതാക്കൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു, ഒരു ഓപ്പറേഷൻ എളുപ്പത്തിൽ അതേ ചെയ്യണം. ചോദിച്ച പണം തികയാതെ വന്നപ്പോ അതേ സ്കൂളിൽ അസംബ്ലി വിളിച്ച് അതേ പണം പിരിച്ച് ഡോക്ടർമാർക്ക് കൊടുത്തെങ്കിലും ഡോക്ടർമാർ പറഞ്ഞു, ഞങ്ങൾ ശ്രമിച്ചു, ഞങ്ങളുടെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുകയാണ്. വിളിച്ചാൽ വിളി കേൾക്കുന്ന ഈശ്വരൻ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ വിളിക്കൂ. ഈശ്വരന് മാത്രമേ നിങ്ങളുടെ മകനെ അതേ തിരികെ തരുവാൻ, അല്ലെങ്കിൽ ഈ അനസ്തേഷ്യ നൽകി അബോധാവസ്ഥയിൽ കിടക്കുന്ന എന്നെ ഉണർത്തുവാൻ കഴിയത്തുള്ളെന്ന്. പ്രിയരെ, അന്ന് എന്റെ മാതാപിതാക്കളുടെ കണ്ണുനീരിനെ മാനിച്ച് മറികടക്കാത്ത ഒരു ദൈവം എന്നെ ആ അവസ്ഥയിൽ നിന്ന് ഉണർത്തിയത് കൊണ്ടാണ് ഇന്ന് ഈ തിരുവനന്തപുരം ജില്ലയില് പൂച്ചമുക്കിനടുത്തുള്ള ഈ പാലത്തിന്റെ സമീപം നിന്നുകൊണ്ട് ഈ ഉച്ചഭാഷിണിയിലൂടെ ഈ ആവേശത്തോടെ ഈ സന്ദേശം പങ്കുവെക്കുന്നത്. ഇതിന്റെ ലക്ഷ്യമെന്തെന്നറിയാമോ? നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിന് പരിഹാരം മദ്യ പിന്നെന്താ പരിഹാരം? ഇതുപോലെ കവലകളിൽ ഉച്ചഭാഷിണി
ായിരുന്ന വ്യക്തിത്വങ്ങളെ നാടിനും സമൂഹത്തിനും നന്മയാക്കി മാറ്റിയ സന്ദേശമാണ് യേശുവിന്റെ സന്ദേശം. അതാണ് സുവിശേഷം. ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയരെ, ഈ സന്ദേശം ഞങ്ങൾ ഇവിടെ പര്യവസാനിപ്പിച്ച് അടുത്ത ജംഗ്ഷനിലേക്ക് കടന്നു പോകുക. അതിനു മുമ്പ് ചില കാര്യങ്ങളും കൂടെ ഓർപ്പിക്കട്ടെ. യേശു വന്നത് അതെ നമുക്ക് സമാധാനം നൽകുവാനാ, നമുക്ക് സന്തോഷം നൽകുവാനാ. എന്നാൽ ആ യേശു 33.5 വയസ്സുവരെ ഇവിടെ ജീവിച്ചു. ഒടുവിൽ ഗാന്ധിജിയെ, ആ നല്ല മനുഷ്യനെ തോക്കുമുനയിൽ ഷൂട്ട് ചെയ്ത് തകർത്തതുപോലെ, എഴുതപ്പെട്ടതുപോലെ ഈ ലോകത്തിൽ ജനിച്ച് നാടിന് നന്മ ചെയ്ത അതേ ചെകിടിന് കേൾവിയും കുരുടന് കാഴ്ചയും മുടന്തനെ നടത്തുവാറാക്കിയവനും അതേ അഗതിക്കും ആലംബഹീനർക്കും ആശ്വാസവനുമായിരുന്ന യേശുവിനെ റോമൻ പടയാളികൾ പിടിച്ച ക്രൂശിൽ തറച്ച് കൊല്ലുവാൻ തക്കവണ്ണമിടയായി തീർന്നു. ഒരുപക്ഷെ ചോദിക്കും, യേശു ദൈവമായിരുന്നെങ്കിൽ എന്തിനാണ് ക്രൂശിൽ അതേ മരിക്കുവാനിടയായി തീർന്നത്? യേശു ജനിക്കുന്നതിന് മുമ്പ് യേശുവിനെ കുറിച്ച് എഴുതിയിരുന്നു യേശു മരിക്കണമെന്ന്. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? അതേ പാപികളായ എന്നെയും നിങ്ങളെയും അതേ വിശുദ്ധനായ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ നാം ചെയ്യുന്ന പ്രവൃത്തികൾ പരിഹാരമല്ല. അതേ ദൈവം തന്നെ ഒരു പരിഹാര മാർഗം ഒരുക്കി. അതാണ് യേശുവിന്റെ ക്രൂശിലെ യാഗം. അതേ യേശു ജീവിച്ചിരുന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, അതേ മരണത്തെയും പാതാളത്തെ അതിജീവിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. അത് അങ്ങനെ സംഭവിക്കാതിരിക്കുവാൻ അന്നത്തെ പടയാളികൾ യേശുവിനെ അടക്കം ചെയ്ത കല്ലറയുടെ മുമ്പിൽ ഭാരമേറിയ വലിയ കല്ല് ഉരുട്ടി വെച്ചു. റോമൻ ഇമ്പീരിയൽ മുദ്ര കുത്തി. പോരാഞ്ഞിട്ട് 2 പടയാളികളെ നിർത്തി. എന്റെ ചോദ്യം, അതെ മരിച്ച യേശു ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഭയപ്പെട്ടത് കൊണ്ടല്ലേ അവർ ചെയ്തത്? ഇന്നും യേശുവിനെ ഉയർത്തുമ്പോ, ഇന്നും യേശുവിനെ പ്രസംഗിക്കുമ്പോ, യേശുവിനെ സാക്ഷിക്കുമ്പോ അന്നത്തെ ഭരണകൂടം അതേ ഭയപ്പെട്ടതുപോലെ ഇന്നും ഭയപ്പെടുന്ന ഒരു കൂട്ടം ആളുകളുള്ള സമൂഹത്തിൽ അതേ മരണത്തെയും പാതാളത്തെയും അതിജീവിച്ച 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് മാനവകുലത്തിന് വെളിപ്പെടുത്തിയ യേശു ഈ സന്ധ്യയെങ്കിൽ നിങ്ങളെ വിളിക്കുകയാണ്. അതേ മരണം കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല, മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. പ്രിയരെ, എല്ലാവരും വിശ്വസിക്കുന്നു. അതുകൊണ്ടല്ലേ മരണാനന്തര ക്രിയകളും മരണാനന്തര ചടങ്ങുകളും ഒക്കെ അതത് വിധത്തിൽ അതത് രീതിയിൽ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിയരെ, മരണത്തിനപ്പുറം ജീവിതമുണ്ട്. അതെവിടെയായിരിക്കണമെന്ന് മരണത്തിന് ശേഷമല്ല തീരുമാനിക്കേണ്ടത്, ജീവനോടിരിക്കുമ്പോഴാണ്. ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞ് ജീവനോടെ പുറത്തു വരുവാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ അതിനനുസരിച്ച് ഈ ഭൂമിയിൽ ജീവിക്കും, അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ചെയ്യും. അതുപോലെ ഈ ഭൂമിയിലായിരിക്കുന്ന മനുഷ്യനോട് യേശു പറഞ്ഞു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, എല്ലാവരും മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. എന്താണ് സുവിശേഷം? യേശുവിനെ കുറിച്ചുള്ള സന്ദേശമാണ്. പള്ളിയിൽ അംഗത്വമുള്ള ഒരു നിക്കോദോമസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ യേശുവിന്റെ അടുക്കൽ വന്നു. എപ്പോഴാ വന്നെന്നറിയാമോ? രാത്രിയിൽ. പകലാരും കാണാതിരിക്കാൻ രാത്രിയിൽ യേശുവിന്റെ അടുക്കൽ വന്ന് നിക്കോദോമസിനോട് പറഞ്ഞു, നിക്കോദോമസേ, നീ പള്ളിയിൽ പ്രമാണിയാ, പക്ഷേ ഞാൻ നിന്നോട് ഒരു കാര്യം പറയാം. അതെ, നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗ്ഗരാജ്യം അവകാശമാക്കുകയില്ല. ഒരുപക്ഷെ പള്ളിക്കകത്ത് മെമ്പർഷിപ്പ് ഉണ്ടാകാം, പള്ളി പണിതിട്ടുണ്ടാകാം, പള്ളിയുമായി ബന്ധപ്പെട്ട് മുഖ്യ സ്ഥാനം നിനക്കുണ്ടാകാം. യേശുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞില്ലെങ്കിൽ നിത്യജീവൻ അവകാശമാക്കുകയില്ല. പ്രിയരെ, ഇവിടുത്തെ ജീവിതം ക്ഷണികമാണ്. മരണമെന്ന യാഥാർത്ഥ്യം കടന്നു വന്ന് 6 അടി മണ്ണുകൊണ്ട് അവസാനിക്കുന്നതല്ല ജീവിതം. അവിടെ നിന്ന് കാഹളം മുഴങ്ങുമ്പോ മധ്യാകാശത്തിൽ യേശു വരുമ്പോ ക്രിസ്തുവിൽ മരിച്ചവർ അക്ഷയരായി ഉയർക്കും, ജീവനോട് ശേഷിക്കുന്നവർ രൂപാന്തരം പ്രാപിക്കും. ഇത് കളിയാണ്, ഇത് പൊളിയാണ്, ഇത് വൈറ്റിപ്പഴപ്പിന് വേണ്ടി ഇറങ്ങിത്തിരിഞ്ഞിട്ട് ചെയ്യുന്ന പരിപാടിയാണ്, വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണ് എന്നൊക്കെ കളിയാക്കുന്നവരുണ്ട്. ഇതുപോലെ കളിയാക്കിയ ഒരു കാലമുണ്ടായിരുന്നു, അത് നോഹയുടെ കാലമാ. വിശുദ്ധ ബൈബിൾ പറയുന്നു, നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ നാളിലും സംഭവിക്കും. എന്താ നോഹയുടെ കാലത്ത് സംഭവിച്ചത്? നോഹ പറഞ്ഞു, അതെ ന്യായവിധി വരാൻ പോകുകയാ, മനുഷ്യന്റെ ഹൃദയം ദുഷ്ടത നിറഞ്ഞതാ,
അതേ ലൈംഗിക അരാജകത്വം കുടികുത്തി വാഴുന്ന കാലത്ത് ദൈവം തന്നെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും കൊടുത്ത് ഈ ഭൂമിയിൽ ദൈവിക പദ്ധതിയുടെ ഭാഗമായി ദൈവത്തെ ആരാധിച്ച് ജീവിക്കുവാൻ ആക്കി വെച്ച മനുഷ്യൻ അഹങ്കരിച്ച് ദുഷ്പ്രവൃത്തി ചെയ്ത് ജീവിക്കുന്നത് കണ്ടപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ ഭൂമിയെ ന്യായം വിധിക്കും. നോഹയുടെ കാലത്ത് നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. അതേ, നോഹയുടെ തലമുറയിൽ നോഹ നീതിമാനായിരുന്നു, അവൻ നിഷ്കളങ്കനായിരുന്നു. ഇന്നും നീതിയോടെ നിഷ്കളങ്കതയോടെ ജീവിക്കുന്നവരുണ്ട് പ്രിയരെ. അങ്ങനെ ആ നോഹ ഇതുപോലെ തെരുവുകളിൽ, കവലകളിൽ, പട്ടണങ്ങളിൽ വിളിച്ചു പറഞ്ഞു, ഇതാ ദൈവം ന്യായം വിധിക്കുവാൻ പോകുന്നു, ഒരു മഴ പെയ്യുവാൻ പോകുന്നു, ഒരു പ്രളയം വരുവാൻ പോകുന്നു. അന്ന് മഴ കാണാത്തവരെ പറഞ്ഞു, ഇത് കളിയാണ്, നോഹപ്പച്ചന് വട്ടുപിടിച്ചു, അവൻ ഭ്രാന്ത് വിളിച്ചു പറയുകയാണെന്ന്. പ്രിയരെ, ഭ്രാന്തല്ല കേട്ടോ, കളിയല്ല കേട്ടോ, വട്ടല്ല കേട്ടോ. ദൈവം അത് നോഹയോട് പറഞ്ഞത് നോഹം വിളിച്ചു പറയുകയാണ്. നോഹം പറയുന്നതോടൊപ്പം ഒരു പെട്ടകം പണിതു. പ്രിയരെ, മഴ പെയ്തു, പെട്ടകം പൊന്തി അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചു. ആ പെട്ടകത്തിനകത്ത് നോഹയും കുടുംബവും മാത്രമേ അതേ കയറിയിരുന്നുള്ളൂ. പെട്ടകത്തിന്റെ വാതിൽ ദൈവം അടച്ചു. പ്രിയരെ, ഇത് കൃപയുടെ യുഗമാണ്. കൃപയാൽ രക്ഷിക്കപ്പെടുവാൻ അതേ ദൈവം ആഹ്വാനം ചെയ്യുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇതാണ് അതേ രക്ഷ പ്രാപിക്കുവാനുള്ള സമയം. ഇത് സുപ്രസാദകാലമാണ്. ഇതാണ് രക്ഷയുടെ സന്ദേശം. പ്രിയരെ, ഇവിടെ കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല. ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ട്. ഒരു ന്യായവിധി വരുന്നുണ്ട്. ചുള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അന്ന് അഹങ്കാരികളും സകല ദുഷ്പ്രവർത്തിക്കാരും വേരും കൊമ്പും ശേഷിക്കാതെ താളടിയാകും. പ്രിയരെ, ഇത് സത്യമാണ്. ഇത് സംഭവിക്കുവാൻ പോകുകയാണ്. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ അനുഗമിച്ച ശിഷ്യന്മാരോട് യേശു അതേ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, ഇതെപ്പോൾ സംഭവിക്കും? ലോകത്തിന്റെ അവസാനം എപ്പോൾ സംഭവിക്കും? യേശു പറഞ്ഞു, യുദ്ധങ്ങളും യുദ്ധസ്തുതികളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും അടിക്കടിയായി വർദ്ധിക്കും. മനുഷ്യർ സ്വസ്നേഹികളും വമ്പു പറയുന്നവരും മാതാപിതാക്കളെ അനുസരിക്കാത്തവരുമായിരിക്കും. പ്രിയരെ, ഇന്നത്തെ കാലം അതല്ലേ? റോഡിലൂടെ സുബോധത്തോടെ ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ വാഹനം ഓടിച്ചു പോകുന്നവരെ മദ്യനഗരിയിൽ വാഹനം ഓടിച്ച് ഇടിച്ച് വീഴ്ത്തി ആക്സിഡന്റ് ഉണ്ടായി നമ്മുടെ പ്രിയപ്പെട്ടവർ അകാലത്തിൽ പൊലിഞ്ഞു പോകുകയാണ്. യൗവനക്കാർ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ നിയമപാലകർ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ കേസ് കണ്ടെത്തുമ്പോൾ അത് മദ്യത്തിന്റെ ലഹരിയിലാണ്, അത് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം കൊണ്ടാണ് സംഭവിച്ചതെന്ന് പല കുറ്റകൃത്യങ്ങളും എന്ത് ചെയ്യുന്നു, കണ്ടെത്തുന്നു. പ്രിയരെ, ഇങ്ങനായിരിക്കുന്ന സാഹചര്യത്തിൽ ഈ തലമുറകളെ നേരായ പാതയിലേക്ക് കൊണ്ടുവരുവാൻ ആർക്കാണ് കഴിയുക? നാം ഈശ്വരനിലേക്ക് തിരിയണ്ടേ? ഈശ്വര ചിന്തയുള്ളവരായി, ഈശ്വര ഭക്തിയുള്ളവരായി, ദൈവത്തിന് പ്രസാദകരമായി ജീവിതം നയിക്കണ്ടേ? ഈ സന്ധ്യയെങ്കിൽ ഞാൻ നിങ്ങളെ അതിനായി ആഹ്വാനം ചെയ്യുകയാണ്. യേശു നിങ്ങളെ വിളിക്കുന്നു. ഒരു ന്യായവിധി നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതിന് മുമ്പ് ഈ മരണം ജീവിതത്തിൽ കടന്നു വന്ന് അതേ ഇതിനപ്പുറത്ത് സ്വർഗത്തിലോ നരകത്തിലോ അതേ ആയിരിക്കണം, എവിടെ ആയിരിക്കണമെന്ന് ഇപ്പോൾ തീരുമാനിക്കുക. പ്രിയരെ, നിങ്ങൾ ഈ പാഠം കാണുവാനായിട്ട് തീരുമാനിച്ചത് ഇപ്പോഴായിരുന്നില്ലല്ലോ. നിങ്ങൾ വീട്ടിലിരുന്ന് ഏതോ സമയത്ത് ആഗ്രഹിച്ചു തീരുമാനിച്ചു. അതിന്റെ അനന്തര ഫലമല്ലേ നിങ്ങൾ ഇവിടെ എത്തിയത്. പ്രിയരെ, ഇതുപോലെ ഇന്ന് ഈ സമയത്ത് നിങ്ങൾ തീരുമാനമെടുക്കുക. രണ്ട് വ്യക്തിത്വങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. ഒന്ന് ലാസറും ഒന്ന് ധനവാനുമായിരുന്നു. ധനവാന് നല്ല ധനമുണ്ടായിരുന്നു. അവൻ സമൂഹത്തിൽ ആദരണീയനായിരുന്നു. അവൻ ഒത്തിരി ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. സമൂഹത്തിൽ ഉന്നതന്മാർ അവന്റെ പങ്കാളികളായിരുന്നു, അവരുടെ സ്നേഹിതന്മാരായിരുന്നു. ഒരു ദിവസം മരണമെന്ന യാഥാർത്ഥ്യം തന്റെ ജീവിതത്തിൽ കടന്നു വന്നു. പ്രിയരെ, ധനവാൻ മരിച്ചു. അദ്ദേഹത്തിന്റെ വിലാപയാത്രയ്ക്ക് പങ്കാളികളാകാൻ വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും അതേ സമൂഹത്തിൽ ഉന്നതന്മാരും കളക്ടറേറ്റിൽ നിന്നും സ്റ്റേറ്റിൽ നിന്നുമൊക്കെ ഒത്തിരി സ്വന്തങ്ങളും ബന്ധങ്ങളും വലിയ വിലപിടിപ്പുള്ള കാറുകൾ റോഡിൽ ഇങ്ങനെ നിരക്കുന്നു. അദ്ദേഹത്തിന്റെ വിലാപയാത്ര മണിക്കൂറുകൾ ഇങ്ങനെ നീണ്ടു. ഒടുവിൽ ആ ശ്മശാന ഭൂമിയിൽ, ആ കല്ലറയ്ക്കകത്ത് ആ ധനവാനെ കൊണ്ടുവച്ചു. ആ കൂടെ ആരും പോയില്ല കേട്ടോ. അദ്ദേഹം വെട്ടിപ്പിടിച്ച സ്വത്തുക്കളൊന്നും അതിനകത്ത് ഇട്ടില്ല കേട്ടോ. ചില ദിവസങ്ങൾ കഴിഞ്ഞ് ആ ധനവാന്റെ ആ ശരീരം പുഴു തിന്നെന്ന്
അയ്യോ, അദ്ദേഹം ധനവാനായതുകൊണ്ട്, അദ്ദേഹത്തിന് ഒത്തിരി ബന്ധങ്ങളും സ്വന്തങ്ങളും ഒത്തിരി പിടിപാടുകളും ഉള്ളത് കൊണ്ട് പുഴു അരിക്കാതിരുന്നില്ല. ധനവാനായാലും ദരിദ്രനായാലും 6 അടി മണ്ണുകൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല. അതിനപ്പുറത്തൊരു ജീവിതമുണ്ട്. പ്രിയരെ, അനേകർക്ക് ഉപകാരിയായിരുന്ന ആ മനുഷ്യന്റെ ആത്മാവ് വിട്ടുപോയപ്പോ ആ 6 അടി മണ്ണിനകത്ത് ഒതുങ്ങിയ ആ ശരീരത്തെ പുഴുവിന് ഉപകാരമായത്. പ്രിയരെ, ഇതുപോലെ ഒത്തിരി ധനമൊക്കെ ഉള്ള ആളുകൾ ലോകത്തിലുണ്ട്. മരണം ഉറപ്പാകട്ടോ. അങ്ങനെ ആ മനുഷ്യന്റെ ഫ്ലക്സ് ബോർഡുകളൊക്കെ അവിടെ ഇവിടെ കണ്ടു. മരണം കഴിഞ്ഞു മാസം കഴിഞ്ഞിട്ടും ഫ്ലക്സ് ബോർഡ് കണ്ടപ്പോ ആളുകൾ ചോദിച്ചു, അയ്യോ, ആ ധനവാൻ മരിച്ചല്ലേ? മരിച്ചു. ചില മാസങ്ങൾ കഴിഞ്ഞു, ലാസറിനെ കാണാനില്ല. ആ നാട്ടിലെ ഒരാൾ ചോദിച്ചു, സാധാരണ ഇലക്ഷനൊക്കെ വരുമ്പോഴാണല്ലോ നമ്മുടെ നാട്ടിലെ ആളുകളെ തിരക്കുന്നത്, അതുപോലെ ലാസറിനെ തിരക്കി. ആരോ പറഞ്ഞു ലാസർ മരിച്ചു. അയ്യോ, വാർഡ് മെമ്പർ വന്നില്ലല്ലോ, പഞ്ചായത്ത് പ്രസിഡന്റ് വന്നില്ലല്ലോ, കളക്ടറിൽ ആരും വന്നില്ലല്ലോ, മന്ത്രിമാരെ ആരെയും കണ്ടില്ലല്ലോ. കാരണം ലാസറല്ലേ മരിച്ചത്. അദ്ദേഹത്തിന് നല്ല ബന്ധങ്ങളില്ലായിരുന്നു. പല വേദികളിലും അദ്ദേഹത്തെ അവോയ്ഡ് ചെയ്തു. എന്താ കാരണം എന്നറിയോ? ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പല വേദികളിൽ നിന്നും അകറ്റൂന്നേ. പണമില്ലെങ്കിൽ പല വേദികളിലും നമുക്ക് അവസരമില്ലെന്നേ. പക്ഷേ ദരിദ്രനും മരിച്ചു കേട്ടോ. 2 പേരും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. 2 പേർക്കും കല്ലറയുണ്ടായിരുന്നു. 2 പേരെയും പുഴുവരിച്ചു. പ്രിയരെ, ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോ പാതാളത്തിൽ യാതന സ്ഥലത്ത് കിടന്നുകൊണ്ട് ധനവാൻ മേപ്പോട്ട് നോക്കിയപ്പോ അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യന്റെ മടിയിൽ അതേ ലാസർ ഇരിക്കുകയാണ്. ധനവാൻ നീട്ടിയൊരു വിളി, അബ്രഹാം പിതാവേ, ലാസറിനെ ഒന്നിങ്ങോട്ട് അയക്കണേ, കയ്യിൽ അല്പം വെള്ളം കൂടെ കൊടുക്കണം. ഇവിടെ ഭയങ്കര ചൂടാ, അസഹനീയമായ ചൂടാ. ഇവിടെ എനിക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ കഴിയുന്നില്ല. അബ്രഹാം പിതാവ് പറഞ്ഞു, അവിടെ നിന്ന് ആർക്കും ഇവിടേക്കും, ഇവിടെ നിന്ന് ആർക്കും അവിടേക്കും വരുവാൻ കഴിയുകയില്ല. നിർത്തിയില്ല. ധനവാൻ വീണ്ടും നിലവിളിച്ചു, അബ്രഹാം പിതാവേ, ഇവിടേക്ക് അയക്കുന്നില്ലെങ്കിൽ വേണ്ട. അതെ, ഞാൻ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ജീവിച്ചിരുന്ന ആ പട്ടണത്തിലേക്ക്, ആ ഗ്രാമത്തിലേക്ക്, ആ വില്ലേജിലേക്ക്, ആ മുനിസിപ്പാലിറ്റിയിലേക്ക്, ആ കോർപ്പറേഷനിലേക്ക്, ആ രാജ്യത്തിലേക്ക്, അതെ, ആ ലാസറിനെ ഒന്ന് അയക്കണേ. എന്തിനാന്ന് ചോദിച്ചു. എന്നെ പോലെ അതേ ധനവാനായി എന്റെ സഹോദരങ്ങളും എന്റെ ഭാര്യ മക്കൾ ഉറ്റവർ ഉടയവരല്ല, അഹങ്കരിച്ച് ജീവിക്കുകയാ. അവരുടെ ജീവിതത്തിലും അതേ മരണം കടന്നു വന്നാൽ അവരിവിടെ എത്തപ്പെടാതിരിക്കേണ്ടതിന്, ആ ലാസറിനോടൊപ്പം അവരുമായിരിക്കേണ്ടതിന് ഈ സന്ദേശം അവരെ ഒന്ന് കേൾപ്പിക്കണേ. അബ്രഹാം പിതാവ് പറഞ്ഞു, ഇവിടെ നിന്ന് ആർക്കും അവിടേക്ക് പോകുവാൻ ഒക്കത്തില്ല. അവിടെ ഈ സന്ദേശം പറയുന്നവരുണ്ട്. പ്രിയവരെ, ഈ സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. പ്രിയരെ, മരണത്തിനപ്പുറം നാം ഈ നാട്ടിലെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഈ സന്ധ്യാസമയത്ത് ഈ പാലത്തിൽ നിന്നുകൊണ്ട് ഈ പ്രകൃതി ആസ്വദിക്കുവാൻ വന്നിരിക്കുന്നവർ ആരെങ്കിലും യേശുവിനെ അറിയാതെ ആയിരിക്കുന്നുവെങ്കിൽ യേശുവിനെ അറിഞ്ഞു വേണം പോകാൻ. അറിഞ്ഞാൽ മാത്രം പോരാ, ആണ്ടിലാണ്ടിൽ ആഘോഷിച്ച് പര്യവസാനിപ്പിക്കേണ്ട ഒരു കാര്യമല്ല യേശുവിന്റെ ജീവിതം. യേശു നമ്മുടെ ഹൃദയത്തിലാണ് ജനിക്കേണ്ടത്. യേശുവിനെ നാളിതുവരെ അറിയേണ്ടതുപോലെ അറിഞ്ഞില്ലെങ്കിൽ ഈ സമയം യേശുവിന് വേണ്ടി നിന്റെ ഹൃദയം കൊടുക്കുക. യേശു നിന്റെ ഹൃദയത്തിന്റെ വാതിൽ മുട്ടി വിളിക്കുകയാണ്. നിന്റെ ഭാരം എന്തുമാകട്ടെ, നിന്റെ പ്രശ്നം എന്തുമാകട്ടെ, സമാധാനപരമായി സന്തോഷകരമായ ആനന്ദപരമായ ജീവിതം ഉലകത്തിലും പരലോകത്തിലും അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ സന്ദേശം ഇവിടെ അതേ അറിയിക്കുന്നത്. ഇത്രയും സമയം ഞങ്ങളെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ പ്രിയ ശ്രീജ മുമ്പോട്ട് വന്ന ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ,
അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യാസമയത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവെ ഇവിടെ കടന്നു വന്ന് ഞങ്ങളുടെ വചനം പ്രസംഗിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് നൽകിയ വിലയേറിയ അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക ഈ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ദേശത്തിനകത്ത് കർത്താവെ ദൈവിക വിടുതൽ കാണുവാൻ സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ പറഞ്ഞ ഈ വചനങ്ങൾ കർത്താവെ ഹല്ലേലൂയ, ഈ ദേശത്തിന് ഒരു വിടുതലായി തീരുവാൻ സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ശബ്ദപരിധിയിലായിരിക്കുന്ന ഓരോ കർത്താവെ മക്കളെ അപ്പന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നാഥ, എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുമ്പിച്ചൽ ദേശം കർത്താവെ വലിയൊരു വിടുതൽ കാണുവാൻ സ്വർഗം സഹായിക്കണമേ, ഒരു ഉണർവ് കാണുവാൻ സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മടക്കയാത്രയിലും കർത്താവിന്റെ കൃപയും സാന്നിധ്യം കൂടെ ഇരിക്കണമേ. കർത്താവെ, ശുശ്രൂഷിച്ച ദൈവദാസനെ അപ്പന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. വിദൂരത്തിൽ നിന്ന് കടന്നു വന്ന് ഇവിടെ വന്ന് കർത്താവെ ഞങ്ങളുടെ വചനം പ്രസംഗിപ്പാൻ തക്കവണ്ണം ദൈവം ബലപ്പെടുത്തിയ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കുടുംബമായിട്ട് അവർ അനുഗ്രഹിക്കണമേ, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ വിഷയങ്ങളെല്ലാം അപ്പന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സന്ദേശം അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ ഞങ്ങളുമായി നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ നൽകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അല്ല ഈ കേട്ട സന്ദേശത്തെക്കുറിച്ച് കൂടുതലായി നിങ്ങൾക്ക് അറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഒരു പ്രാർത്ഥനാ വിഷയം നിങ്ങൾക്ക് ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ആ മദ്യപാനത്തിൽ നിന്ന്, ആ ദുശീലത്തിൽ നിന്ന്, ആ വെറിക്കുത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. എന്റെ പിതാവിന്റെ അല്ലെങ്കിൽ എന്റെ ആ സഹോദരന്റെ അല്ലെങ്കിൽ എന്റെ മകന്റെ ആ ദുഷിച്ച ജീവിതത്തിൽ നിന്ന് അവൻ സ്വതന്ത്രനായി കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ, ഗൂഗിളിലോ ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന് സെർച്ച് ചെയ്യുക. ഞങ്ങളുടെ ഫോൺ നമ്പറുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ മീഡിയയിലൂടെ ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യാം. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.